ഇന്നത്തെ നമ്മുടെ റെസിപ്പി നുറുക്ക് ഗോതമ്പും വെച്ച് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല പഞ്ഞി പോലത്തെ നെയ്യപ്പത്തിൻ്റെ റെസിപ്പിയാണ്. വളരെ എളുപ്പത്തിൽ മാവ് അരച്ച് നമുക്ക് പെട്ടെന്ന് തന്നെ കലക്കി ചുട്ടെടുക്കാൻ പറ്റുന്ന നെയ്യപ്പമാണ് കേട്ടോ. കണ്ടു നോക്കാം. ഇതിനായിട്ട് ഞാനിവിടെ 1.5 ഗ്ലാസ് നുറുക്ക് ഗോതമ്പ് നന്നായിട്ട് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ചധികം വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് 1.5 മണിക്കൂറെങ്കിലും ഇതൊന്ന് കുതിർത്തിയെടുക്കണം. ഇതിപ്പോൾ നന്നായിട്ട് കുതിർത്തിയെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് വാർത്തെടുക്കുക. അതിനുശേഷം നമുക്കിത് നന്നായിട്ട് അരച്ചെടുക്കാം. ഇതൊരു മിക്സിൻ്റെ ജാറിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം, മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് അരച്ചെടുക്കാൻ ആവശ്യമായിട്ടുള്ള ഞാനിവിടെ 1/2 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ചെറിയ ജീരകം കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതങ്ങ് അരച്ചെടുക്കാം. അരച്ചെടുത്തിട്ടുള്ള നമുക്ക് ഈ ഒരു മാവ് ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 3 വലിയ സ്പൂൺ മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതോടൊപ്പം 2 ടേബിൾ സ്പൂൺ അളവിൽ അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഈ ഒരു മാവ് അധികം ലൂസായി പോകാതെ നോക്കണം കേട്ടോ. പിന്നെ 3 അച്ച് ശർക്കര എടുത്ത് അതിലേക്ക് 1/4 കപ്പ് വെള്ളം ഒഴിച്ച് നല്ല കട്ടിക്ക് ശർക്കരപ്പാനി തയ്യാറാക്കിയതാണിത്. അത് ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇളക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം ഒരു നുള്ള് സോഡാപ്പൊടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട, പെട്ടെന്ന് തന്നെ കലക്കി ചുട്ടെടുക്കാം കേട്ടോ. ഇതിൻ്റെ പരുവെന്ന് പറഞ്ഞാൽ ഇതുപോലെ ആയിരിക്കണം, അധികം ലൂസാകാതെ നോക്കാം. എണ്ണ നല്ലപോലെ ചൂടായിട്ട് ഇതിലേക്ക് നമുക്കൊരു തവി മാവാങ്ങ് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ നെയ്യപ്പൊക്കെ ചുട്ടെടുക്കുന്ന പോലെ തന്നെ ഇതുപോലെ അങ്ങ് പൊങ്ങി വരുമ്പോൾ കുറച്ച് ഓയിൽ ഇതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ അങ്ങ് തൂവി കൊടുക്കുക. നല്ലപോലെ പൊങ്ങി കിട്ടും. എന്നിട്ടിത് തിരിച്ചിട്ട് കൊടുത്തിട്ട് നമുക്ക് തിരിച്ചും മറിച്ചും ഇട്ട് ഇതങ്ങ് ചുട്ടെടുക്കാം. പിന്നെ നമ്മൾ ഈ നെയ്യപ്പം ഉണ്ടാക്കുമ്പോൾ തീ എപ്പോഴും മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കി വെക്കുക, അല്ലെങ്കിൽ നമുക്കതിൻ്റെ ഉള്ളിൽ പെട്ടെന്ന് വെന്ത് കിട്ടില്ല. അപ്പോൾ എല്ലാതും ഇതുപോലെ അങ്ങ് നമുക്ക് ചുട്ടെടുക്കാം. അപ്പോൾ വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു നല്ല പഞ്ഞി പോലത്തെ നെയ്യപ്പമാണ്. നുറുക്ക് ഗോതമ്പും വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ എളുപ്പമാണ്, നല്ല ടേസ്റ്റിയാണ് കേട്ടോ. പിന്നെ ഈ വീഡിയോ ഞാൻ 3ാമത്തെ പ്രാവശ്യമാണ് ഇതിപ്പോൾ അപ്ലോഡ് ആക്കുന്നത്. ആദ്യത്തെ 2 പ്രാവശ്യം ഞാൻ ഷോർട്ടാക്കിയിട്ടായിരുന്നു ഇട്ടിരുന്നത്. നമ്മുടെ ഈ ചാനലിൽ ഒരുപാട് ഷോർട്ട് വീഡിയോ ഇട്ടത് കാരണം ഞാൻ ഈ ഒരു വീഡിയോ ഒരു 59 സെക്കൻഡിൽ ഷോർട്ട് വീഡിയോ ആക്കിയിട്ടാണ് ഞാനിത് ആദ്യം അപ്ലോഡ് ചെയ്തത്. അപ്പോൾ അതിൽ ഒരുപാട് പേർക്ക് നോട്ടിഫിക്കേഷനൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ആകെ 2 മണിക്കൂറൊക്കെ ആയപ്പോഴേക്കും ആകെ ഒരു 20 പേരൊക്കെയാണ് വീഡിയോ കണ്ടത്. അപ്പോൾ ഞാൻ ആദ്യം ഒന്ന് അപ്ലോഡ് ചെയ്ത് ഡിലീറ്റ് ചെയ്ത്, രണ്ടാമതും ഒന്ന് അപ്ലോഡ് ചെയ്തു, അതും ഡിലീറ്റ് ചെയ്തു. പിന്നെ സെർച്ച് ചെയ്തപ്പോഴാണ് മനസ്സിലായത് ഷോർട്ട് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊന്നും അങ്ങനെ ഇനി പോവില്ല എന്നുള്ളത് പിന്നീടാണ് മനസ്സിലായത്. അപ്പോൾ അത് കാരണമാണ് ഇത് വീണ്ടും 3ാമത്തെ പ്രാവശ്യം അപ്ലോഡ് ചെയ്തത് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം.